ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വയലൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്രൈമുകൾ, ബ്രൂട്ടലായിട്ടുള്ള ക്രൈമുകൾ വർദ്ധിച്ചു വരികയാണ്. അതിന് ധാരാളം പേർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അല്ലെങ്കിൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രൈമുകൾ. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ കൂടുതലായിട്ട് ലഹരിയിലേക്ക് പോകുന്നതായിട്ട് പലരും പരാതി പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്നത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ആണ് നടത്തുന്നത്. ഒന്ന് സപ്ലൈ ലെവലിലുള്ള മാനേജ്മെൻറ്റ്, രണ്ട് ഡിമാൻഡ് ലെവലിലുള്ള മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൂടുതലും ഇൻ്റർവെൻഷൻസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റുകളൊക്കെ നടക്കുന്നത് സപ്ലൈ ലെവൽ മാനേജ്മെൻറ്റാണ്. പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. കാരണം എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടെങ്കിൽ എക്കണോമിക്കലി ഒരു സപ്ലൈ ഏതെങ്കിലും രീതിയിൽ വരുമെന്നുള്ളത് ഒരു വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിലവിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സപ്ലൈ ലെവലിലുള്ള മാനേജ്മെൻറ്റുകളൊക്കെ ഓക്കെ, അത് നടത്തണം, അത് വേണം. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റോടുകൂടെ ഇതിനുള്ള ഡിമാൻഡ് കുറയ്ക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വളരെ വലിയ രീതിയിലുള്ള വളരെ വാസ്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കുറച്ച് ടഫുമാണ്. പക്ഷേ ഡിമാൻഡ് ലെവലിലുള്ള ഇൻ്റർവെൻഷൻസ് നടത്തിയാൽ മാത്രമേ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുന്നത് ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ നമുക്ക് ചുറ്റും കാണുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചാൽ എന്തിനാണ് അവർ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ പലതരത്തിലുള്ള ഉത്തരങ്ങളാണ് കിട്ടുക. ഇപ്പോൾ എന്തിനാ ജീവിക്കുന്നത്, നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എല്ലാ മനുഷ്യരും അവരുടെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. അവർ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നുള്ളത്, ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പല രീതിയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചാണ് പലരും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിലേക്ക് എത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഈ എന്തിനാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചെന്ന് എത്തിച്ചേരുക, ചിലർ പറയും എന്താ പറയുക, അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരൊക്കെ ജീവിക്കുന്നത്. അതായത് അവർക്ക് ചുറ്റുമുള്ള ആൾക്കാരെക്കാളും കുറേ കൂടെ ബെറ്റർ ആവുക എന്നുള്ളതാണ്. വേറെ കുറേ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉത്തരങ്ങൾ ചെന്നെത്തുക എന്ന് പറയുന്നത് പവർ കാണിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ നിയന്ത്രിക്കുക, മറ്റുള്ളവരുടെ മേൽ അതോറിറ്റി കാണിക്കുക, അധികാരം കാണിക്കുക, മറ്റുള്ളവരെ കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കോസ്റ്റിൽ സ്വയം ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് പവർ, അതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. വേറെ കുറേ ആൾക്കാർ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ രണ്ട് കാര്യം, അതായത് സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പവർ എക്സർസൈസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രീവിയസ് ജനറേഷൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു 40+ ആയിട്ടുള്ള അല്ലെങ്കിൽ 50+ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ആ രീതിയിൽ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ബിലോ 40, 30 ആയിട്ടുള്ള ആൾക്കാർ, 20 ആയിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അവർ ലൈഫ് കണ്ടക്ട് ചെയ്യുന്നത് പ്രധാനമായും ഒരു പ്ലഷർ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാക്സിമം എങ്ങനെ സന്തോഷം കണ്ടെത്താം, അല്ലെങ്കിൽ സന്തോഷം എങ്ങനെ വർദ്ധിപ്പിക്കാം, പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. അതായത് നമുക്ക് 5 സെൻസസ് ആണുള്ളത്: കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്. ഈ സെൻസസുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക വഴിയാണ് നമുക്കൊരു രീതിയിൽ പ്ലഷർ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ യങ്ങർ ജനറേഷൻ ഇപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഇൻസ്റ്റൻറ്റേനിയസ് ഗ്രാറ്റിഫിക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു പ്ലഷർ, ഈ സെൻസറി പ്ലഷർ കൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട്. അവർ ജീവിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരങ്ങൾ അത്തരത്തിലുള്ള ഉത്തരങ്ങളിലേക്കായിരിക്കും എത്തിച്ചേരുക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബിയോണ്ട് എ സെർട്ടൺ ലിമിറ്റ്, നമ്മളിപ്പം പ്ലഷറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ സബ്സിക്വൻ്റ്ലി നമുക്കൊരു അവേർഷൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്കുണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് പെറോട്ടയും ചിക്കനും ആണെന്ന് വെച്ചോളൂ. നമുക്ക്
ഒരു 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 പൊറോട്ടയും ചിക്കനും ആവശ്യത്തിന് ഒരു ദിവസം രാവിലെ കിട്ടുകയാണ്, ഫ്രീ ആയിട്ട് നമുക്ക് എത്ര വേണോ കഴിക്കാം. ഉച്ചയ്ക്കും കിട്ടുകയാണ്, രാത്രിയും കിട്ടുകയാണ്. അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്, വേറെ ഫുഡൊന്നും കിട്ടുന്നില്ല. ഫ്രീ ആണ്, എത്ര വേണമെങ്കിലും കഴിക്കാം. പിറ്റേന്ന് രാവിലെയും അത് തന്നെ കിട്ടുകയാണ്. എന്ത് സംഭവിക്കും? നമ്മൾ സബ്സിക്വൻ്റ്ലി ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഫുഡ് ഏറ്റവും വെറുക്കപ്പെട്ട ഫുഡായിട്ട് മാറും. അവേർഷൻ എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ, ഒരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു പ്ലഷറാണ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് പ്ലഷറാണ് നമ്മൾ എയിം ചെയ്ത് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സെൻസറി പ്ലഷറാണ് എയിം ചെയ്യുന്നത് പോകുന്നതെങ്കിൽ സബ്സിക്വൻ്റ്ലി ഈ അവേർഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമെന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം വീണ്ടും നമ്മൾ പ്ലഷർ കൂട്ടാൻ വേണ്ടിയിട്ട് എയിം ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു പോം വഴിയായിട്ടാണ് പലരും ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും ആൽക്കഹോളും മറ്റ് പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ പ്ലഷർ വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈഫിൻ്റെ അപ്രോച്ച് മാറി കുറേ കൂടെ മീനിങ് ഫുള്ളായിട്ട് ലൈഫ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ലൈഫിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ മോട്ടിവേഷൻ അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ഒരിക്കലും ഈ പ്ലഷർ സീക്ക് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസ് എലിവേറ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ പവർ എക്സർസൈസ് ചെയ്യുന്നതിലോ അല്ല. ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല, പക്ഷെ ഇതൊരു പ്രൈമറി മോട്ടിവേഷനായിട്ട് ലൈഫിൽ ഒരിക്കലും വരാനായിട്ട് പാടില്ല എന്നുള്ളതാണ്, അറിഞ്ഞോ അറിയാതെ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ സബ്സിക്വൻ്റ്ലി ഈ പറഞ്ഞൊരു ലൈഫിൻ്റെ ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു മിഡ് ലൈഫ് ക്രൈസിസിലേക്കൊക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മളെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിലേക്ക് വഴി നടത്താനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ഡിമാൻഡ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മളൊരു എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് എപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് നമുക്ക് മീനിങ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, നമുക്ക് പലതരത്തിലുള്ള റോളുകളുണ്ട്. ആസ് എ ഹസ്ബൻഡ്, ആസ് എ ഫാദർ, ഒക്യുപ്പേഷണൽ റോള് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ റോളുകൾ. അപ്പോൾ ഈ റോളുകളൊക്കെ തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്. അത് വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അത് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചെന്തെങ്കിലും തിരിച്ച് കിട്ടണമെന്നുള്ള രീതിയിൽ നമ്മളുടെ റോളുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടിയും റെസ്പോൺസിബിലിറ്റിയും ചെയ്യാതെ വോളണ്ടറിലി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കൂട്ടി വരികയാണെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ജീവിച്ചിരിക്കുന്നതിനുള്ള ഒരു സിഗ്നിഫിക്കൻസ്, നമ്മളെപ്പോഴും കൂടുതലും മുറവിളി കൂട്ടുന്നത് നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ റൈറ്റ്സിനേക്കാൾ ഉപരി നമ്മളുടെ റെസ്പോൺസിബിലിറ്റിക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം നിങ്ങളുടെ ലൈഫിൽ കൊടുക്കുകയാണെങ്കിൽ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് വോളണ്ടറിലി ട്രൈ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ളൊരു മീനിങ് ഉണ്ടാക്കുകയും അത് ഈ എക്സിസ്റ്റൻഷ്യൽ സിഗ്നിഫിക്കൻസ് മീറ്റ് ചെയ്യുന്നതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ലൈഫിനെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോകാതെ തന്നെ നമുക്ക് ജീവിച്ചിരിക്കുന്നതിനൊരു സിഗ്നിഫിക്കൻസും മീനിങ്ങും കണ്ടെത്തി ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.